സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വിശുദ്ധ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ ഇന്ന് വിശുദ്ധ വിവാഹവുമായിട്ടുള്ള കാര്യത്തിന്മേൽ ഞാൻ എന്നൊരാളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം വേറെ ആരുമല്ല, മാരിയോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് ഈ മാരിയോ ജോസഫ് എന്ന് പറയുന്നത്. മുമ്പ് ഇസ്ലാം ആയിരുന്ന അദ്ദേഹം ഇപ്പോൾ തികഞ്ഞ ക്രിസ്ത്യാനിയും തികഞ്ഞ കത്തോലിക്കനുമാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. അദ്ദേഹം ഒരുപാട് ആൾക്കാർക്ക് സഹായങ്ങൾ പലതും ചെയ്യുന്നതും നിങ്ങൾക്കറിയാം. അതുകൂടാതെ ലോക്കാലി എന്ന പ്രസ്ഥാനമൊക്കെ നടത്തുന്നു. അതൊക്കെ നല്ല കാര്യം. അദ്ദേഹത്തെ ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ പല രീതിയിലും ഇദ്ദേഹത്തിൻ്റെ സംസാരങ്ങളോടോ അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന ആശയങ്ങളോടോ എനിക്ക് യോജിക്കാൻ സാധിക്കില്ല. കാരണം ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളും ബൈബിളിനേക്കാളും ശ്രേഷ്ഠമായിട്ട് എന്തൊക്കെയോ ഇസ്ലാമിലുണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ അവകാശവാദം. വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്നതിൽ പോലും ഇദ്ദേഹം ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലാണ് കാണുന്നത്. കാരണം 10 കൽപ്പനകൾ ഒന്നാണല്ലോ അത്. പക്ഷെ അതിനെ പോലും ഇദ്ദേഹം ഇസ്ലാമികവൽക്കരിച്ചുകൊണ്ട് എന്തൊക്കെയോ പല കാര്യങ്ങളും ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞായിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എനിക്ക് ബോധ്യമായ ഒരു കാര്യം, ഞാനിങ്ങനെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തെ നാളുകളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ചില യൂട്യൂബ് ഇദ്ദേഹത്തിൻ്റെ കാണുകയും എല്ലാം ചെയ്തപ്പോൾ എനിക്ക് ഇദ്ദേഹത്തെ ഒന്നുകൂടെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഞാൻ 2012 മുതൽ ഇദ്ദേഹത്തെ ഞാൻ ഇങ്ങനെ പിന്തുടർന്ന് ഇടയ്ക്ക് മാരിയോ ജോസഫ് ട്രോജൻ കുതിരയാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ അതിനെതിരെ ഭയങ്കരമായിട്ട് ഇദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്നവരെല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇളക്കി മറിച്ചായിരുന്നു. പക്ഷേ ഈ അടുത്തിടയ്ക്ക് കേരള കാത്തലിക് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് കൂടെ കണ്ടു. പൊട്ടത്തരം പറഞ്ഞു തരാൻ മാരിയോ ജോസഫ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, തിരിച്ചറിയുക ക്രിസ്ത്യാനിയുടെ ചെലവിൽ ഉറങ്ങി നടക്കുന്ന മാരിയോ ജോസഫ് എന്ന ഈ ട്രോജൻ കുതിര എന്ന് പറഞ്ഞ് വന്നപ്പോൾ അപ്പോഴാണ് ഒന്നുകൂടെ ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ഇറങ്ങിയത്. ആ ഇറക്കത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇദ്ദേഹം ഒരു വീഡിയോ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരിക്കുന്നതാണ്. ഇത് കണ്ടു കഴിയുമ്പോഴത്തേനും അയാൾ പറഞ്ഞ മുഴുവനും കേൾക്കാതെ കുറേശ്ശെ എടുത്തുകൊണ്ട് വന്നു എന്നിട്ടൊക്കെയാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജിൽ റീൽസിൽ തന്നെ ഇത്രയും ഭാഗമായിട്ട് ഈ കുറച്ച് ഭാഗം മാത്രമായിട്ട് അദ്ദേഹം കട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇനി അദ്ദേഹം അത് പിൻവലിക്കുമെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ സംഭവം. അപ്പോൾ ഇദ്ദേഹം ഒരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെന്ന് അറിയില്ല. പക്ഷെ നടത്തിയ ആ മീറ്റിങ്ങിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞു തന്നത്. ഇസ്ലാം മതമാണ് ഇത് പറഞ്ഞു തന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതൊന്ന് കേട്ടു നോക്കണേ. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞു തന്നെ. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. അല്ല മാരിയോ, താങ്കൾ വിവാഹമാണോ അതോ നിക്കാഹാണോ ചെയ്തത്? താങ്കൾ തികഞ്ഞ കത്തോലിക്കനാണല്ലോ. ക്രിസ്തു നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്, കത്തോലിക്ക സഭയുടെ വിശ്വാസം അനുസരിച്ച് ക്രിസ്തു പുതിയ നിയമത്തിൻ്റെ കൂദാശകൾ സ്ഥാപിച്ചു എന്നല്ലേ കത്തോലിക്ക സഭയുടെ വിശ്വാസം? കത്തോലിക്ക സഭയിൽ 7 കൂദാശകളുണ്ടെന്നും പഠിപ്പിക്കുന്നുണ്ടല്ലോ. മാമോദിസ, സ്ഥൈര്യലേപനം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. ഈ 7 കൂദാശകളിൽ 6 എണ്ണത്തിനോടും തിരുവചനാടിസ്ഥാനത്തിൽ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ വിവാഹം എന്നത് വിശുദ്ധമായി തന്നെ നിങ്ങൾ കാണുന്നു. ഞങ്ങളും വിവാഹം വിശുദ്ധമായി തന്നെയാണ് കാണുന്നത്. അപ്പോൾ തിരുവചനാടിസ്ഥാനത്തിൽ ക്രൈസ്തവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സുപ്രധാന നിമിഷങ്ങളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ വിശുദ്ധമായിട്ടുള്ള വിവാഹം കടന്നു പോകുന്നത്. ഈ 7 കൂദാശകളെ പറ്റി നിങ്ങളുടെ CCCയിൽ തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ CCCയിൽ പറയുന്നതിന് മുമ്പേ, CCCക്ക് മുമ്പേ ഉള്ള വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നു എന്നൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 18-ലാണ് വിശുദ്ധമായ വിവാഹത്തിൻ്റെ ഒരു തുടക്കത്തെ തന്നെ പറയുന്നത്. അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഇതിൽ നിന്നാണല്ലോ തുടക്കം. ഇവിടെ തുണയാണ് മാരിയോ ജോസഫെ. ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് തക്ക തുണയെന്നാണ്. നിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും ഉയർച്ചയിലും താഴ്ചയിലും
സമാധാനത്തിലും അസമാധാനത്തിലും എല്ലാ കാര്യങ്ങളും എന്തായിരിക്കണം, തക്ക തുണയായിട്ടിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ? അത് നിങ്ങളുടെ വിവാഹം നിക്കാഹല്ല, ക്രൈസ്തവ രീതിയിലാണ് വിവാഹം നടന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളും ആ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടായിരിക്കും. ശരിയല്ല മരിയ ജോസഫേ? അപ്പോൾ ഇസ്ലാമിൽ തുണയല്ല, ഇണയാണ്. മനസ്സിലായോ? ഇനി ഇസ്ലാമിൽ എവിടാണ് ആദ്യത്തെ നിക്കാഹ് നടന്നത് നിങ്ങൾക്കറിയാവോ? ആദ്യത്തെ നിക്കാഹ് എവിടെ നടന്നു വെച്ചാൽ സ്വർഗത്തിലാണ്. അതാണല്ലോ ഈ ആദത്തിനെ ഹവ്വായെ സൃഷ്ടിച്ച് ഭൂമിയിലാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ഖുറാന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമികൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൻ്റെ സ്വർഗത്തിലാണ് അവരെ നടത്തിയത്. അപ്പോൾ ഈ DC ബുക്സ് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കുമോ ഇതെന്താ ഇങ്ങനെയൊക്കെ പുസ്തകം ഇറക്കിയിരിക്കുന്നത്? ഇസ്ലാമിക സെക്സ് എന്ന് തന്നെയാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രഥമ വിവാഹം സ്വർഗത്തിലെ സുഖനിദ്രയിലാണ് നടന്നത്. ആദനബി സുഖശുപ്തി കൊള്ളവെയാണ് അള്ളാഹുവിൻ്റെ ആജ്ഞാനുസരണം ജിബ്രീൽ തൻ്റെ വാരിയിൽ വലിച്ചെടുത്തത്. ആദനബി സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അള്ളാഹു പ്രസ്തുത വാരിയലിൽ മാംസാവരണം നടത്തി ജീവനും മനുഷ്യരൂപവും പ്രദാനം ചെയ്യുകയും ഹൗവ എന്ന ആദ്യത്തെ സുന്ദര സ്ത്രീയെ സൃഷ്ടിക്കുകയും ചെയ്തു. ആദനബി ഉറക്കമുണർന്നപ്പോൾ കൺമുന്നിൽ ഒരു സുന്ദരി പെണ്ണ്. ആദ്യ ദർശനത്തിൽ തന്നെ അനുരാഗം മുളപൊട്ടി ആഗ്രഹം മല കയറിയപ്പോൾ മുമ്പിൽ നിന്ന പെണ്ണിനെ പിടിക്കാൻ കൈനീട്ടി. മാലാഖമാരുടെ നിയന്ത്രണം: അരുത് ആദം, അവരെ തൊടാൻ പാടില്ല. മഹർ നൽകി വിവാഹം ചെയ്ത ശേഷമേ ഈ സുന്ദരി പെണ്ണിനെ സ്പർശിക്കാവൂ. ആദം നബിയുടെ ചോദ്യം: ഞാൻ എന്താണ് മഹർ നൽകേണ്ടത്? ലോക നേതാവായ മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചെല്ലുക, അതാവുന്നു മഹർ. മലക്കുകൾ പറഞ്ഞു. അവിടെ വെച്ച് പ്രപഞ്ചത്തിലെ പ്രഥമ വിവാഹം മംഗളമായി നടന്നു. ആദം നബി മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. അവർ വധൂവരന്മാരായി. സ്വർഗീയ ശീതളിമയിൽ മനുഷ്യകുലത്തിൻ്റെ വംശപ്രാപ്തിക്കായുള്ള വിവാഹം, വിപുലമായ ആഗ്രഹങ്ങൾക്കും ആശകൾക്കും മതം നൽകുന്ന അനുവാദത്തിൻ്റെ ആദ്യാനുഭവം. ഇങ്ങനെ സ്വർഗത്തിൽ സമാരംഭിച്ച സദാചാര പ്രക്രിയയാണ് വിവാഹം. ആദം നബി മുതൽ അത് തുടർന്നു വരുന്നു. ആദ്യ ദർശനത്തിൽ തന്നെ അനുരാഗം മുളപൊട്ടി ആഗ്രഹം മല കയറിയപ്പോൾ മുമ്പിൽ നിന്ന പെണ്ണിനെ പിടിക്കാൻ പോയെടുത്തുനിന്നാണ് ഇസ്ലാമിലെ നിക്കാഹ് തുടങ്ങുന്ന മാരിയോ ജോസഫേ. മനസ്സിലായോ? ഇസ്ലാമാണ് വിവാഹത്തിന് കാര്യങ്ങളെ പറഞ്ഞു തരുന്നതെന്ന് താങ്കൾ ഈ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇനി ചില മുസ്ലിങ്ങൾ പറയും, ഞങ്ങളുടെ സാധാരണ മനുഷ്യനാണ് മുഹമ്മദ് നബി. അതെ, നിങ്ങളുടെ ആദ്യത്തെ പ്രവാചകനായ ആദ്യത്തെ മനുഷ്യൻ എന്ന് ചില മുസ്ലിങ്ങളും, അതല്ല മൃഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്താണ് ആദമെന്ന് വിശ്വസിക്കുന്ന ഏതും ആയിക്കോട്ടെ, അവരെല്ലാവരും പറയുന്നത് എന്താണ്? ഞങ്ങളുടെയൊക്കെ ആദ്യത്തെ പ്രവാചകനാണ് ആര്? ആദം നബി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മറ്റുള്ള നബിമാരുടെ അതേ ശ്രേഷ്ഠത തന്നെയാണ് മുഹമ്മദിനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആദ്യത്തെ ആദം നബിയുടെ നിക്കാഹിന് മഹർ പറയുന്നത് ലോക നേതാവായ മുഹമ്മദ് നബി എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ പ്രത്യേകിച്ച് വലിയ പദവിയൊന്നും മുഹമ്മദിനില്ലല്ലേ, ഒരു സാധാരണ മനുഷ്യനാണല്ലേ. കാരണം സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പാണല്ലോ. ഭൂമിയിൽ മറ്റുള്ള മനുഷ്യരാരും ഇല്ലല്ലോ, സ്വർഗത്തിലും മറ്റു മനുഷ്യരാരും ഇല്ലല്ലോ. അതിനു മുമ്പേ സൃഷ്ടിച്ച മുഹമ്മദിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ നിക്കാഹ് നടത്തണം. മുഹമ്മദിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലല്ലേ. ഇതൊക്കെ ഇത്തരം പുസ്തകങ്ങളൊക്കെ എഴുതി പടച്ച് പുറത്തേക്ക് വിടുമ്പോഴത്തേന് നിങ്ങളൊക്കെ ചിന്തിക്കണ്ടേ ഇതൊക്കെ വായിക്കുള്ളവർ മേടിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുള്ളത്. അപ്പം മാരിയ ജോസഫിനോട് പറഞ്ഞു വന്ന മാരിയ ജോസഫേ, ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോഴത്തേനും കാമം തോന്നി അതിനെ കയറി പിടിക്കാൻ തുടങ്ങിയെടുത്തൊന്നല്ല ക്രിസ്ത്യാനിറ്റിയുടെ വിവാഹം തുടങ്ങുന്നത് തന്നെ. വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധമാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരനെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. മനസ്സിലായോ? താങ്കൾ എവിടെ ചെന്ന് എന്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചാലും അവിടെയെല്ലാം ഇസ്ലാമിനെ പുകഴ്ത്തിക്കൊണ്ട് പറയുന്നത് അതെന്തുകൊണ്ടാണ് മാരിയ ജോസഫേ? ഇസ്ലാമിനെ പുകഴ്ത്തുക അത് താങ്കളുടെ വ്യക്തിത്വം. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിനേക്കാൾ ഉപരിയായിട്ട് അതിൽ ഈ ഖുറാൻ്റെ അകത്തും ബാക്കിയുള്ളതിലും എന്തോ ശ്രേഷ്ഠത ഉണ്ടെന്ന് വിളിച്ചു പറയുന്നത് താങ്കൾ ശരിക്കും ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ബൈബിൾ ശരിക്കും അറിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ്. താങ്കൾ നിൽക്കുന്ന സഭ എന്തു പറയുന്നതെന്ന് അറിയാം വിവാഹത്തെപ്പറ്റി? ഇത് ഞാൻ എഴുതിയതല്ല, കാത്തലിക് മലയാളം ദൈവശാസ്ത്ര വിഷയത്തിൽ നിന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഭാഗത്ത് തന്നെ ഡോക്ടർ തോമസ് എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇതിൽ നിന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ പറയുന്നത്,
മനുഷ്യവംശത്തിന്റെ ചരിത്രവും രക്ഷയുടെ ചരിത്രവും വിവാഹബന്ധത്തിൽ കേന്ദ്രീകൃതമായി കുടുംബത്തിന്റെ ചരിത്രമാണെന്ന് കാണാം. മനുഷ്യരാശിയെ സംബന്ധിച്ച് ഇന്നുള്ള ഏറ്റവും പ്രധാനവും ശക്തമായ കൂട്ടായ്മ കുടുംബത്തിലാണ്. സമൂഹം മുഴുവൻ ഈ കൂട്ടായ്മയോട് ഏതെങ്കിലും വിധത്തിൽ കടപ്പെട്ടിരിക്കുന്നു. സഭയുടെ സമൂഹത്തിന്റെ അടിത്തറയാണ് ഗാർഹിക സഭ എന്ന് രണ്ടാം വത്തിക്കാൻ സുനഹദോസ് വിശേഷിപ്പിക്കുന്ന കുടുംബം ദൈവകൃപയ്ക്ക് പാത്രവും ദൈവ സ്നേഹാനുഭവത്തിന്റെ ഉറവിടവുമായ കുടുംബം വിവാഹം എന്ന കൂദാശയാൽ സ്ഥാപിതമായെന്ന് സഭ പഠിപ്പിക്കുന്നു. ഈ CCC എന്താണെന്ന് മാരിയ ജോസഫിന് അറിയാമായിരിക്കുമല്ലോ അല്ലേ? ഇത് CCC എന്താണെന്ന് താങ്കൾക്കറിയാം. അപ്പോൾ സഭ പഠിപ്പിക്കുന്ന എന്താണെന്നും താങ്കൾക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ CCC എന്ന് വെച്ചാൽ കത്തോലിക്ക മതബോധന ഗ്രന്ഥം ആണ്, അറിയാമല്ലോ. അത് ഒരു വീഡിയോയിൽ മൈക്കൽ കാരിമറ്റോ അച്ഛനുമായി നടത്തിയ അഭിമുഖത്തിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ എന്ന പുസ്തകമായിരുന്നു താങ്കൾക്ക് പ്രമാണം. ഏതാ? യേശുവും ഈസയും ഒന്നാണെന്നൊക്കെ പറയാം. അപ്പോൾ ഈ പുസ്തകം അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ മസിഹ അതിനും മറുപടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ താങ്കൾ അന്നെടുത്ത് കയ്യിൽ പിടിച്ചു വെച്ച് സംസാരിച്ച ഏതാ സമൂഹത്തിൻ്റെ അടിത്തറയാണ് ഗാർഹിക സഭ എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ താങ്കൾ അന്നെടുത്ത് വെച്ച് കയ്യിൽ പിടിച്ചു വെച്ച് സംസാരിച്ചൊരു പുസ്തകമുണ്ട്. ഏതറിയോ? രണ്ടാം വത്തിക്കാൻ സുനഹദോസ്. ആ പുസ്തകത്തിൻ്റെ അകത്താണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗം ഉള്ളത്. ഇനി നിങ്ങൾക്ക് ബൈബിളിനേക്കാളും മറ്റുള്ളതിനേക്കാളും മാരിയ ജോസഫെ താങ്കൾക്കൊക്കെ CCC ആണല്ലോ വലുത്. CCCയിൽ ഈ വിവാഹം എന്ന കൂദാശയെ പറ്റി എന്ത് പറയുന്നു എന്ന് നോക്കാം. സ്ത്രീയും പുരുഷനും തമ്മിൽ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന സഖ്യം ഉളവാകുന്ന വിവാഹ ഉടമ്പടി അതിൻ്റെ സ്വഭാവത്താൽ തന്നെ ദമ്പതികളുടെ നന്മയ്ക്കും സന്താനോൽപാദനത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ്. മാമോദിസ സ്വീകരിച്ച രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഈ ഉടമ്പടിയെ കർത്താവായ ക്രിസ്തു ഒരു കൂദാശയുടെ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നു. മാരിയ ജോസഫിന് ഇതൊക്കെ അറിയാമായിരിക്കുമല്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ കാറ്റഗിസം ഒക്കെ പഠിച്ചിട്ടുള്ള ആളല്ലേ? നിങ്ങൾക്ക് CCC ഒക്കെ പഠിക്കേണ്ട ആവശ്യങ്ങളുണ്ടല്ലോ. അതുകൂടാതെ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോഴത്തേന് അവിടെ വരുന്ന യുവതി യുവാക്കൾക്ക് നിങ്ങൾ ദമ്പതി ധ്യാനമൊക്കെ നടത്തുമ്പോൾ ഇതൊക്കെ ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് വേണം പറയാൻ. കാരണം ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയാത്തവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വെറുതെ നമ്മുടെ കുട്ടികളിലേക്ക് വിഷം വാരി വിതറരുതേ. ഇനി വിവാഹ കൂദാശയുടെ ഫലങ്ങളെ പറ്റിയും CCC പറയുന്നുണ്ട്. എന്താണെന്നറിയോ? സാധുവായ വിവാഹം വഴി ദമ്പതികൾ തമ്മിൽ സ്വഭാവത്താൽ തന്നെ ശാശ്വതവും അന്യവുമായ ഒരു ബന്ധം സംജാതമാകുന്നു. കൂടാതെ ക്രൈസ്തവ വിവാഹത്തിൽ ഒരു പ്രത്യേക കൂദാശ വഴി അതിൻ്റെ കടമകൾ നിർവഹിക്കാനും മാഹാത്മ്യം സംരക്ഷിക്കാനും വേണ്ട ശക്തി ദമ്പതികൾക്ക് നൽകപ്പെടുകയും അതിനായി അവർ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതുവല്ലോ അറിയുമോ മാരിയോയ്ക്ക്? ഇനി വിവാഹബന്ധത്തെ പറ്റി അടുത്തതിനി CCCയിൽ എന്ത് പറയുന്നതെന്നറിയാമോ? പരസ്പരം തങ്ങളെ തന്നെ നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ദമ്പതികളുടെ സമ്മതത്തിന് ദൈവം തന്നെ അംഗീകാരമുദ്ര വയ്ക്കുന്നു. അവരുടെ ഉടമ്പടി വഴി ദൈവിക നിയോഗത്താൽ സുസ്ഥിരമായ ഒരു സ്ഥാപനം ഉടലെടുക്കുന്നു. സമൂഹവും അത് അംഗീകരിക്കുന്നു. ദമ്പതികൾ തമ്മിലുള്ള ഉടമ്പടി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടിയുടെ ഭാഗമായിത്തീരുന്നു. യഥാർത്ഥമായ ദാമ്പത്യ സ്നേഹം ദൈവസ്നേഹത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. മനസ്സിലായോ മാരിയോ? ഇത് ഞാൻ എഴുതി വെച്ചല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ സഭയിലുള്ള കത്തോലിക്ക സഭയുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്. ദൈവിക പദ്ധതിയിലുള്ളതാണ് വിവാഹം. അതിന് അല്ല മാരിയോ, ഈ ഇസ്ലാം ഉണ്ടാകുന്നതിനും ഖുറാൻ ഇറക്കുന്നതിനും മുമ്പേ ബൈബിളിൽ പറയാത്ത എന്ത് വിവാഹമൂല്യമാണ് ഇസ്ലാമിലുള്ളത്? ഇനി മാരിയോ അടുത്തത് പറയുന്നത് എന്താണെന്ന് കേട്ടു നോക്കാം. മനുഷ്യൻ വിവാഹം കഴിക്കാൻ 3 കാരണങ്ങളാണ് പറഞ്ഞത്. ഇസ്ലാം മതമാണ് ഈ കാര്യം പറയുന്നത്. ഒന്ന്, സംരക്ഷണം, സമാധാനം. അതായത് വിവാഹം കഴിച്ചവന് സംരക്ഷണം ഉണ്ടാവുന്ന പറയുന്നത്. കൂടുതൽ കിളിയായിരിക്കും. അവനെവിടെങ്കിലും തളർന്നാൽ നോക്കാൻ ഒരാള്, അവനെവിടെങ്കിലും കുടുങ്ങുമെങ്കിൽ മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ ഒരാള്. അത് സത്യമല്ലേ? ഒരു സംരക്ഷക കൂടെ ഉണ്ടെന്നുള്ളത്. ഇസ്ലാമില് വിവാഹമാണോ നിക്കാഹാണോ മാരിയോ? ഒന്നുമില്ലെങ്കിൽ അവിടെ വിട്ട് ഇങ്ങോട്ട് വന്നതാണല്ലോ. അതുകൊണ്ട് ചോദിക്കുകയാണ്, നിക്കാഹാണോ വിവാഹമാണോ? ഇസ്ലാമിലെ നിക്കാഹിന് ഒരു സ്ത്രീക്ക് എന്ത് സംരക്ഷണവും സമാധാനമാണെന്നാണ് മാരിയോ പറഞ്ഞു വരുന്നത്? നിക്കാഹും വിവാഹവും ഒന്നാണോ മാരിയോ? എന്നെക്കാൾ കൂടുതൽ താങ്കൾക്ക് അറബിയൊക്കെ അറിയാലോ. നമ്മളൊക്കെ ഈ അറബിയിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷ വന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് ഇത്രയും മനസ്സിലായത്. താങ്കൾക്കൊന്നുമില്ല, അറബി കുറേ അറിയുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഈ നിക്കാഹും വിവാഹവും ഒന്ന് തന്നെയാണോ? നിക്കാഹും വിവാഹവും ഒന്നാണെന്നൊക്കെ താങ്കൾ പറയുമ്പോഴത്തേന് അതിലൊക്കെ ഒരു വലിയ പ്രശ്നമുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞ് ഇതിലേതാണ്ട് ഈ സംരക്ഷണവും സമാധാനവും ഉള്ളതാണ് ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എവിടെയാണ് സമാധാനം? എവിടെയാണ് സംരക്ഷണം അവർക്കുള്ളത്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നാലിലൊന്നായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവർ. അവർക്ക് എവിടെ സമാധാനം? അവരുടെ ഏറ്റവും വലിയ പ്രവാചകനായ മുഹമ്മദിന് ഇപ്പോഴും സമാധാനം കൊടുക്കണേന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ഇപ്പോഴും മുഹമ്മദിന് സമാധാനം കൊടുക്കണേന്ന് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മണ്ണിനടിയിൽ കിടന്ന് മുൻകീറിൻ്റെയും നക്കീറിൻ്റെയും കബർദണ്ഡനത്തിലായിരിക്കുന്ന മുഹമ്മദിന് ഇപ്പോഴും സമാധാനം കൊടുക്കണേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ സമാധാനം ഇല്ലാത്ത മുഹമ്മദിൻ്റെ പിൻഗാമികളായി നടക്കുന്ന മുസ്ലിങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എവിടെ സമാധാനം ഉണ്ടെന്നാണ് താങ്കൾ ഈ പറയുന്നത്? ശാലേൻ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ്, സമാധാന പ്രഭു എന്നാണ് ക്രിസ്തുവിനെ പറ്റി പറയുന്നത്. ക്രിസ്തുവിലുള്ളവർക്ക് സമാധാനവും ക്രിസ്തുവിൻ്റെ സംരക്ഷണവും ഉണ്ട്. അത് താങ്കളുടെ ഉള്ളിലേക്ക് വരാതിരിക്കുന്നതിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, എന്തൊക്കെയോ കാരണങ്ങളും ഉണ്ട്. താങ്കൾ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്, അത് പലർക്കും ഗുണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഇത് കാണുമ്പോഴത്തേനും ചാരിറ്റിയുടെ വലിയ ആളാണെന്നും പറഞ്ഞുകൊണ്ട് പല ആൾക്കാരും ചിലപ്പോൾ പലതും എന്നെ പറഞ്ഞിരിക്കാം. പക്ഷേ ഇതൊരു കാര്യം മനസ്സിലാക്കുക, ഇദ്ദേഹം പറയുന്ന സംരക്ഷണവും സമാധാനം ഇസ്ലാമിലാണ്, വിവാഹം കൊണ്ട് ഇസ്ലാമിലാണ് എന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇദ്ദേഹം എന്തോ എവിടെയോ എങ്ങനെയോ പ്രശ്നമുണ്ട്. ഇനി ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, കൂടുള്ള കിളിയായിരിക്കും, ശരിയാണ്. പക്ഷെ ആങ്കിളി പറന്ന് നടക്കും. കാരണം എന്താ അറിയോ? തക്ക ഇണയ്ക്ക് വേണ്ടി ആങ്കിളി എന്തു ചെയ്യും? ഇങ്ങനെ പറന്ന് കിടന്നുകൊണ്ടേയിരിക്കും. തക്ക തുണയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്, താങ്കൾ പറഞ്ഞു ഓക്കെയാണ്. പക്ഷേ ഇസ്ലാമിൽ തക്ക ഇണയാണ്. അപ്പോൾ ഒരു ഇണയ്ക്ക് മറ്റേ ഇണ അങ്ങോട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഇണയെ തേടി നടക്കാം. അതാണ് കൃഷിയിടമെന്ന് അവിടുത്തെ സ്ത്രീകളെ വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലെ പെണ്ണുങ്ങൾ മുഴുവനും കൃഷിയിടമാണെന്നാണോ മാരിയോ ജോസഫ് പറയുന്നത്? ഇനി ഇസ്ലാമിൽ നിക്കാഹിന് വിവാഹമെന്ന അർത്ഥമില്ല. ഇത് മുസ്ലിം വ്യക്തി നിയമ സംഹിത, ഇന്ത്യൻ കോടതികൾക്ക് ബാധ്യമായത്. മുസ്ലിം വ്യക്തി നിയമ സംഹിത ഇന്ത്യൻ കോടതികൾക്ക് ബാധകമായത് ക്രോഡീകരണം എം അലിയാർ MA LLM അഡ്വക്കേറ്റ്, കേരള ഹൈക്കോടതിയിലെ ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹിന്ദുക്കളായിട്ട് ഒരുപാട് അഡ്വക്കേറ്റുമാരുണ്ട്, ജഡ്ജിമാരുണ്ടായിരുന്നു, സുപ്രീം കോടതി ജഡ്ജിമാർ വരെയുണ്ട്. ക്രിസ്ത്യാനികളായിട്ടുള്ളവരും അഡ്വക്കേറ്റുമാരുണ്ട്, ജഡ്ജിമാരുണ്ട്, സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട് എന്നുവേണ്ട എല്ലാ സ്ഥലത്തും ജഡ്ജിമാരുണ്ട്. അവരാരെങ്കിലും ഹിന്ദു വ്യക്തി നിയമ സംഹിത ഇന്ത്യൻ കോടതികൾക്ക് ബാധകമായതെന്നോ ക്രിസ്ത്യൻ വ്യക്തി നിയമ സംഹിത ഇന്ത്യൻ കോടതികൾക്ക് ബാധകമായതെന്നോ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിലില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താവുന്നതാണ്. മനസ്സിലായോ? ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയത് കാരണം ഇന്ത്യയിലെ കോടതി പറയുമ്പോൾ സുപ്രീം കോർട്ട് മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ കോടതികൾക്കും ബാധകമായത് എന്നുള്ള രീതിയിൽ ഹിന്ദു വ്യക്തി നിയമ സംഹിതയെന്നോ ക്രിസ്ത്യൻ വ്യക്തി നിയമ സംഹിതയെന്നോ പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുള്ളതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്താം. ഞാനത് വാങ്ങിക്കുകയും ചെയ്യാം, വായിക്കുകയും ചെയ്യാം. ഈ പുസ്തകത്തെക്കാളും എൻ്റെ കയ്യിലുണ്ട്. വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചാണല്ലോ അല്ലേ ആലിയാരെ, അതുകൊണ്ട് തന്നെയാണ് കാശ് കൊടുത്ത് മേടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ അകത്ത് പറയുന്നത് 1-ാം അധ്യായം വിവാഹം നിങ്ങളിൽ നിന്ന് ഇണകളില്ലാത്തവരുമായും നിങ്ങളുടെ അടിമകളിൽ നിന്ന് അടിമ സ്ത്രീകളിൽ നിന്ന് നല്ലവരുമായും നിങ്ങൾ വിവാഹത്തിൽ ഏർപ്പെടുക. ഇനി അവർ ദാരിദ്ര്യത്തിലാണെങ്കിൽ അള്ളാഹു തൻ്റെ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യം കൊടുക്കുന്നതാണ്. അള്ളാഹു വിശാലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ പറഞ്ഞിരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. എന്താ അറിയോ? ഇനി അവർ ദാരിദ്ര്യത്തിലാണെങ്കിൽ അള്ളാഹു എല്ലാ മഹത്തായ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് ഐശ്വര്യവും കൊടുക്കുന്നതാണെന്ന് പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. മുഹമ്മദിൻ്റെ ഭാര്യമാരുടെ അവസാന കാലം ഏറ്റവും ദുരിതമായിരുന്നു. ഒട്ടകക്കട്ടിലിൻ്റെ വെയിറ്റ് പോലും മുഹമ്മദിൻ്റെ ഭാര്യയായ 6 വയസ്സുകാരി ആയിഷയുടെ വെയിറ്റിനെ കടത്തി വെട്ടാൻ പറ്റില്ല. കാരണം അവർ ഒട്ടകക്കട്ടിലെടുത്ത് വെച്ചപ്പോൾ അവർ ധരിച്ചത് അതിൽ ആയിഷ ഉണ്ടെന്നാണ്. അങ്ങനെയെങ്കിൽ ഇപ്പം 50 കിലോ ഉള്ള ഒരു സാധനത്തിൻ്റെ മുകളിൽ 1 കിലോ വെയിറ്റൂടെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് മനസ്സിലാകത്തില്ലേ അത് ശകലോടെ വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന്. ഈ 50 കിലോ ഉള്ള സാധനത്തിൻ്റെ മുകളിൽ 50 കിലോ തന്നെയാണെന്നുണ്ടെങ്കിൽ എടുത്തവനറിയാൻ, കാരണം ഞങ്ങളിത് സ്ഥിരമായിട്ട് എടുക്കുന്നതാണല്ലോ. അത് ചിന്തിക്കണം നിങ്ങൾ. അപ്പോൾ അത്രത്തോളം അവരുടെ ജീവിതം നരകപൂർണ്ണമായി. അതിൻ്റെ അകത്തൊക്കെ പറയുന്ന അവസാന നിമിഷങ്ങളിൽ 2 കാരക്ക അല്ലെങ്കിൽ കുറച്ച് ബാർലി വെള്ളമൊക്കെ ആയിരുന്നു അവരുടെ ജീവിതത്തിൽ. കോടീശ്വരനായ പലരുടെയും മക്കളെയാണ് ഈ അവസ്ഥയിലാക്കിയെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇനി വിഷയത്തിലേക്ക് വരാം. നിക്കാഹ് അഥവാ വിവാഹം. വിവാഹത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന പദമാണ് നിക്കാഹ്. നിക്കാഹ് എന്ന അറബി പദത്തിൻ്റെ ഭാഷാർത്ഥം ലൈംഗിക വീഴ്ച എന്നാണ്. പ്രത്യേകമായി പറയുമ്പോഴും
വാക്കാർത്ഥത്തിലും അതിൻ്റെ അർത്ഥം ലൈംഗിക വീഴ്ച എന്നും പൊതുവായി ഉപയോഗിക്കുമ്പോൾ അതിന് വിവാഹ ഉടമ്പടി എന്നും അർത്ഥമാക്കും. വിവാഹത്തിന് അറബിൽ ഉപയോഗിക്കുന്ന നിക്കാഹ് എന്ന പദത്തിൻ്റെ വാക്കാർത്ഥം സ്ത്രീ പുരുഷ ലൈംഗിക വീഴ്ച എന്നാണ്. വിശുദ്ധ ഖുർആൻ നിക്കാഹ് എന്ന പദം ഈ രണ്ടർത്ഥത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആൻ പറയുന്നു, നിങ്ങളുടെ പിതാക്കൾ നിക്കാഹ് ചെയ്തിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ നിക്കാഹ് ചെയ്യരുത്. ഇവിടെ ആദ്യം ഉപയോഗിച്ച നിക്കാഹ് എന്ന പദം ലൈംഗിക വീഴ്ച എന്ന അർത്ഥത്തിലും രണ്ടാമത്തേത് വിവാഹ കരാർ എന്ന അർത്ഥത്തിലുമാണ്. ഇവിടെ ഖുർആൻ പ്രഖ്യാപിച്ച നിയമം തൻ്റെ പിതാവുമായുള്ള ലൈംഗിക വീഴ്ച നടത്തിയിട്ടുള്ള എന്ന് പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള ഭാഗങ്ങളാണ്. ഇവിടെ ഈ പുസ്തകത്തിൽ ഈ നിക്കാഹ് എന്ന് പറയുന്നത് ലൈംഗിക വീഴ്ച എന്നാണ്. അപ്പോൾ ഇപ്പോൾ എന്നെ കേട്ടവരിലൊക്കെ നിക്കാഹിന് പോയി ഫുഡ് കഴിച്ചവരൊക്കെ ചിന്തിച്ചോണം, എന്ത് ലൈംഗിക വീഴ്ച ഫുഡാണ് നിങ്ങൾ കഴിച്ചത്, വിവാഹത്തിൻ്റെ ഫുഡല്ല. അപ്പോൾ മാരിയ ജോസഫ്, താങ്കൾ പറഞ്ഞല്ലോ ഈ വിവാഹം ഇസ്ലാമാണ് പഠിപ്പിച്ചതെന്ന്. അപ്പം മാരിയ ജോസഫിൻ്റെ വീട്ടിൽ മാരിയ ജോസഫ് നടത്തുന്നതെല്ലാം നിക്കാഹാണോ വിവാഹമാണോ? കാരണം ലൈംഗിക വീഴ്ചയാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യ രാത്രി കൂടുന്നുണ്ട്. പക്ഷെ ഇത് നിക്കാഹ് എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഇതാണ്. ഇതുകൂടാതെ ഇവരുടെ കർമ്മശാസ്ത്ര പുസ്തകമായ ഫത്തുക്കുൽമുവിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അധ്യായം 14 വിവാഹം, ഒരുമിക്കുക, മേളിക്കുക എന്നീ അർത്ഥങ്ങളാണ് ഭാഷാപരമായി നിക്കാഹ് എന്ന പദത്തിനുള്ളത്. മരങ്ങൾ ആടി ഉലഞ്ഞ് പരസ്പരം കൂടിക്കലരുന്നതിന് തനാക്കഹദിൽ അസ്ജാർ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇൻകാഹ്, തസ്വീജ് എന്നീ പദങ്ങൾ ഉപയോഗിച്ച് സംഭോഗം അനുവദനീയമാക്കുന്ന ഇടപാടാണ് സാങ്കേതിക അർത്ഥത്തിൽ നിക്കാഹ്. ഈ പദം വിവാഹ ഇടപാടിനും സംഭോഗത്തിനും ഉപയോഗിക്കാറുണ്ടെങ്കിലും ഒന്നാമത്തേത് നേരർത്ഥവും രണ്ടാമത്തേത് സൂചനാർത്ഥമാണ്. മാരിയോയ്ക്കും എന്നെ കേൾക്കുന്നവർക്കും കാര്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഈ കത്തോലിക്ക സഭകളിൽ കൂദാശകളിലൊന്നായ വിവാഹം, ആ വിവാഹത്തിന് നിക്കാഹുമായിട്ടുള്ള ബന്ധം ചേർത്ത് വെക്കാൻ വേണ്ടി മാരിയ ജോസഫ് ശ്രമിക്കുമ്പോൾ ഇസ്ലാമിലെ സ്ത്രീകൾക്ക് എന്ത് സംരക്ഷണവും സമാധാനവും കിട്ടുന്നതെന്നാണ് താങ്കൾ പറയുന്നത്? 4-1 ജീവിക്കുമ്പോൾ, കൃഷിയിടമായിട്ട് ജീവിക്കുമ്പോൾ ഇതാണ് എന്ത് നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത്. കൃഷിയിടമായിട്ട് ഉള്ള സ്ത്രീകളിലേക്ക് ക്രിസ്ത്യൻ കുട്ടികളെ കൊണ്ട് കൊടുക്കലാണോ, അല്ലെങ്കിൽ അവരുടെ ഉള്ളിലേക്ക് ഈ ഉപദേശം നിറയ്ക്കലാണോ മാരിയ ജോസഫെ താങ്കളുടെ ധ്യാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, താങ്കളുടെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കാരണം ഇസ്ലാമിലെ സ്ത്രീകൾ ഒരു കൃഷിയിടമായി ജീവിക്കണം. അതുമല്ല, ഒരു ഭോഗ ഉപകരണമാണ് അവർക്ക്. പുരുഷന്റെ അവരുടെ ഹൃദയശുദ്ധീകരണത്തിനും സംഭോഗം ചെയ്ത് അവരുടെ ഹൃദയശുദ്ധീകരണത്തിന് വേണ്ടി ഇസ്ലാമിലെ സ്ത്രീകളെ ഒരു ഭോഗ വസ്തുവായിട്ട്, ഒരു ശുദ്ധീകരണത്തിനുള്ള ഉപകരണമായിട്ടാണ് ആര് കാണുന്നത്? ഇസ്ലാമികൾ കാണുന്നത്. ഞാൻ പറഞ്ഞതല്ല, നിങ്ങൾ ഈ പുസ്തകം ഒന്ന് നോക്കിയാൽ മതി. ബാഗ്ദാദി ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഭക്ഷണം എന്ന പോലെ സംഭോഗം എനിക്ക് ആവശ്യമായിരുന്നു. ഭാര്യയും ഭക്ഷണവും ഹൃദയശുദ്ധീകരണത്തിനുള്ള ഉപകരണമാണ്. ഇങ്ങനെയാണോ മാരിയ ജോസഫ് ക്രിസ്ത്യാനിറ്റിയിലെ ഭാര്യമാർ ഇങ്ങനെയാണോ ക്രിസ്ത്യാനിറ്റിയിൽ? പിന്നെ നിങ്ങളുടെ CCC തന്നെ പറയുന്നു വിവാഹം ദൈവിക പദ്ധതിയിൽ നിന്നുള്ളതാണെന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഇസ്ലാമിൻ്റെ പദ്ധതിയല്ല, ദൈവിക പദ്ധതി. അതിങ്ങനെയാണ്. വിശുദ്ധ ഗ്രന്ഥം തുടങ്ങുന്നത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്ന വിവരണത്തോടെയാണ് അവസാനിക്കുന്നത്. കുഞ്ഞാടിൻ്റെ വിവാഹസദ്യയെപ്പറ്റിയുള്ള ദർശനത്തോടെയും വിവാഹം അതിൻ്റെ രഹസ്യവും അതിൻ്റെ സ്ഥാപനവും ദൈവം അതിന് കൊടുത്ത അർത്ഥവും അതിൻ്റെ ഉത്ഭവവും ലക്ഷ്യവും രക്ഷാചരിത്രത്തിലുള്ള അതിൻ്റെ വൈവിധ്യമാർന്ന സാക്ഷാത്കാരങ്ങളും പാപത്തിൻ്റെ ഫലമായുണ്ടായ പ്രയാസങ്ങളും ക്രിസ്തുവിൻ്റെ പുതിയ ഉടമ്പടിയിലും സഭയിലും ക്രിസ്തുവിലുള്ള അതിൻ്റെ നവീകരണവും വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു ദൈവിക പദ്ധതിയാണെന്ന് നിങ്ങളുടെ CCC തന്നെ എഴുതി വച്ചിരിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് നിർമ്മലമാണ്, ദൈവിക പദ്ധതിയാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് തക്ക തുണയെ ദൈവം കൊടുത്തത്. ആ തക്ക തുണയെ കിട്ടിയത് ഈ ഖുറാനും ഹദീസും തഫ്സീറും മുഹമ്മദ് എന്ന് പറയുന്നയാൾ ഖുറേഷി ഗോത്രത്തിൽ ജനിച്ച് വളർന്ന് അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നതിനും കാലങ്ങൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇത് എഴുതി വെച്ചിരിക്കുന്ന ഈ വിവാഹത്തെ പറ്റിയുള്ള കാര്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിന് ശേഷവും താങ്കൾ വിശ്വസിക്കുന്ന കത്തോലിക്ക സഭയുടെ CCCക്കകത്ത് എഴുതി വെച്ചിരിക്കുന്നതിനെ മാറ്റിമറിച്ചുകൊണ്ട് ഇസ്ലാമാണ് ഈ കാര്യം പഠിപ്പിക്കുന്നത് പറഞ്ഞു തന്നതെന്ന് പറയുമ്പോൾ താങ്കൾ ചെയ്യുന്ന വിവാഹവും കത്തോലിക്ക സഭയിൽ അവിടുത്തെ 7ാമത്തെ കൂദാശയായിട്ടുള്ള വിശുദ്ധ വിവാഹവും വെറും മോശമാണെന്നല്ലേ താങ്കൾ പറയുന്നത്?
വെറും മോശമാണെന്നല്ലേ? കാരണം കത്തോലിക്ക സഭ നടത്തിയിട്ടുള്ള, അവിടെ നടന്നു പോയിട്ടുള്ള വിവാഹങ്ങളിൽ സംരക്ഷണവും സമാധാനവും അവിടുത്തെ സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നല്ലേ താങ്കൾ പറയുന്നത്? ഇസ്ലാമിൽ എന്ത് കിട്ടുന്നു? താങ്കൾ ഇസ്ലാം വിട്ട് വന്നതല്ലേ? പഴയതിനെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പഴയത് തന്നെ പൊക്കിക്കൊണ്ട് നടക്കരുത്. പുതിയ സൃഷ്ടിയായി കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർത്താൻ പഠിക്കണം. താങ്കൾ ധ്യാനം നടത്തിക്കോളൂ, ധ്യാനഗുരുവായിട്ട് നടന്നോളൂ, ഇഷ്ടം പോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിക്കോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥതയിൽ നിൽക്കുന്ന, പുതിയ നിയമത്തിൻ്റെ രീതിയിൽ ജീവിക്കുന്ന താങ്കൾ എന്തിനാണ് ഈ ഉപേക്ഷിച്ച് കളഞ്ഞതിനെ, കുപ്പത്തൊട്ടിയിലേക്ക് കളഞ്ഞിട്ട് വന്നതിനെ പിന്നെയും ഉയർത്തിപ്പിടിച്ചുകൊണ്ടേ നടക്കുന്നത്? താങ്കൾ എവിടെയെങ്കിലും സുവിശേഷം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. താങ്കൾക്ക് ഇതൊരു പ്രവർത്തനമായിരിക്കും, നല്ലതാണ്. പക്ഷേ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലാണ് വിവാഹത്തിന് 3 കാര്യങ്ങൾ പറഞ്ഞു തന്നതെന്ന് പറയുമ്പോൾ ആദ്യത്തെ കാര്യം ഇതാണ്: സംരക്ഷണവും സമാധാനവും ഉണ്ടെന്ന്. എന്ത് സംരക്ഷണവും സമാധാനവും ഉണ്ട്? ഇനി പെണ്ണിനോട് വിവാഹം സമ്മതം ചോദിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു മനസുഖത്തിന് വേണ്ടി ആണെന്നാണ് കത്തോലിക്ക സഭയിൽ. അങ്ങനെയാണോ? ഫത്തുൽ മുഈനിന്റെ അടുത്ത് വായിച്ചു നോക്കിക്കാണാം, പെണ്ണിനോട് വിവാഹ സമ്മതം ചോദിക്കുന്നത് തന്നെ ഇസ്ലാമിൽ ഒരു മനസുഖത്തിന് വേണ്ടി, കാരണം പെണ്ണിനൊരു മനസുഖത്തിന് വേണ്ടിയാണെന്ന്. ഇങ്ങനെയാണോ? ഇതാണോ സംരക്ഷണം? ഇതേ ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോ, സംരക്ഷണവും സമാധാനവും എന്താണെന്നുള്ളത്. ഭാര്യമാരെ തല്ലാൻ പാടില്ല, നബി ഒരു ഭാര്യയെ തല്ലിയിട്ടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്നാൽ പെണ്ണുങ്ങളെ 5 സമയങ്ങളിൽ തല്ലാമെന്ന അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര സമയങ്ങളിൽ തല്ല പറയുന്നേ? എത്ര സമയങ്ങളിൽ? 5 അവസരങ്ങളിൽ ഭർത്താവിന് തന്റെ ഭാര്യയെ തല്ലുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഉസ്താദ് അതൊന്ന് പറഞ്ഞതാ ഉസ്താദെ, 2 കൊടുക്കാൻ കിട്ടുന്ന അവസരമല്ലേ? അങ്ങനെയല്ലേ? ഇൽമാണല്ലോ എന്ന് പറഞ്ഞു തരണമല്ലോ. എന്റെ ഭാര്യമാർക്ക് ആ 5 കാര്യം സൂക്ഷിച്ചാൽ മതി, അപ്പൊ തല്ല് കിട്ടൂല. ഈ പറയുന്ന 5 കാര്യം സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിനക്ക് തല്ലുകൊള്ളാതെ രക്ഷപ്പെടാം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ മഹാന്മാര് പറഞ്ഞു തരുന്നു. അവിടുന്ന് ഒന്നാമത്തത് അവ്വലുഹാ മൻഉൽ ജിമാ, തന്റെ ഭർത്താവിനോട് കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. നമുക്ക് അശുദ്ധിയൊന്നുമില്ല, ശുദ്ധിയാണ്, രോഗമൊന്നുമില്ല, ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. എന്നാൽ ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ നമുക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല കേട്ടാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ കൂടെ കിടപ്പറയിൽ സഹകരിക്കുന്നില്ല, വാശി, ആവശ്യമില്ലാത്ത വാശി. എന്നാൽ ഒരു എന്താ പറയാ, ദീൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ കിടപ്പറയിൽ കഴിയേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ദീൻ പഠിപ്പിക്കണം. അല്ല സായിപ്പിന്റെ മാതാമയുടെയും സിനിമയും കണ്ടിട്ട് വന്നിട്ട് അങ്ങനെയുള്ളതെന്നല്ല കേട്ടാ, അങ്ങനൊന്നല്ല. അതുപോലെ നിന്നെ പോലെ ഒരു മനുഷ്യ ജന്മമാണ് എന്ന ചിന്തയോടുകൂടി മാന്യമായിട്ടുള്ള രീതിയിൽ നിന്റെ ഭാര്യയുമായിട്ട് നീ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോ സഹകരിക്കാത്ത ഭാര്യ ഒന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അവിടെ നിന്ന് പറയുന്നു, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തേക്ക് പോകുന്നവർക്കൊന്ന് കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. കെട്ടിയവൻ പറയുന്നു നീ പോണ്ട, ഇല്ല ഞാൻ പോകും, തിരിച്ചു വരുമ്പോ ഒരു മടലും കൊണ്ട് നിന്നാ മതി വീടിന്റെ കവാടത്ത്, ഒന്ന് കൊടുക്കാം. ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഭാര്യ, അവക്ക് ചെലവിന് കൊടുക്കാൻ നീ പറയുന്നില്ല ട്ടാ. നീ പറയുന്നത് അനുസരിച്ച് ജീവിക്കുന്ന ഭാര്യക്ക നീ ചെലവിന് എടുക്കേണ്ടത്. നീ പറയാതെ കേൾക്കാതെ വായി നോക്കി നടക്കണവർക്ക് എന്ത് ചെലവൊന്നുമില്ല. അപ്പൊ നിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, അവളെ തല്ലാമെന്ന അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 3, നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങിയ ഒരടിച്ച പറഞ്ഞേക്കണം കേട്ടാ. എനിക്ക് വെട്ടം നിർത്തിയിട്ട് വീട്ടിൽ പോകാനുള്ളതാണ്. ഒരാഴ്ചയായി മോനെ കണ്ടിട്ട്, ഇന്നൊന്ന് പോയി തല കാണിച്ചിട്ട് നാളെ രാവിലെ മുങ്ങാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3ാമത്തെ കാര്യം, തറുക്കുസ്വല, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യയ്ക്ക് ഒരെണ്ണം കൊടുക്കുന്നതിൽ യാതൊരു കുഴപ്പമില്ല. സുബൈക്ക് പോത്തുപോലെ കിടന്നുറങ്ങാൻ എത്ര വിളിച്ചാലും എഴുന്നേക്കൂല. അള്ളാഹ് ഒന്നും നോക്കണ്ട, ചൂല് എടുത്തോണ്ട് ഇറങ്ങിയേക്കണം. നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭാര്യ, നിസ്കരിക്കാത്ത ഭാര്യ, അവളെ തല്ലുന്നതിൽ കുഴപ്പമില്ല എന്നാ. 4 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ കാര്യം, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെട്ടു, ജനാപത്തുകാരിയായി. അങ്ങനെ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പള്ളിയിലൊക്കെ പോയി. ഇവളിങ്ങനെ പള്ളിയിൽ നിന്ന് ഭർത്താവ് തിരിച്ചു വന്നപ്പോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പല്ലും കുത്തിയിട്ട്, മക്കൾക്ക് സ്കൂളിൽ പോകണമല്ലോ, രാവിലെ ചായയും കാപ്പിയും ഉണ്ടാക്കുക.
7 മണിയായി 8 മണിയായി മക്കളെ സ്കൂളിൽ വിട്ടു, പിന്നെ അടുത്തത് ഇവക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കുക. 9 ആയി 10 ആയി എല്ലാരും തിന്നു. അത് കഴിഞ്ഞപ്പം വീണ്ടും എന്താ ഉച്ചയ്ക്കുള്ളത് ഉണ്ടാക്കാൻ കയറി. കുളിച്ചിട്ടില്ല. ഉച്ചയായി കുളിച്ചില്ല, 1 മണിയായി 2 മണിയായി കുളിക്കുന്നില്ല. ജനാപത്തുകാരിയായിട്ട് കുളിയെ പിന്തിപ്പിക്കുന്ന ഭാര്യ, അവൾക്ക് തല്ലുകൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 5 നല്ലതുപോലെ കേട്ടോ. 5-ാമത്തെ കാര്യം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അവിടെ നിന്ന് മഹാനവറുകൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. 5-ാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങിപ്പോകാത്ത ഭാര്യക്കൊന്ന് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി പോകൂല. നീ സ്വർണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്, അവക്ക് ചോദിക്കുന്നത് സ്വർണം, അവക്ക് ചുരിദാർ, മാക്സി, സാരി, ഫർദ എന്ത് ചോദിച്ചാലും നീ വാങ്ങിക്കൊടുക്കും. നിന്റെ മുന്നിൽ വരുന്നത് കൂറ കരി പിടിച്ച ഒരു മാക്സി ഇട്ടുകൊണ്ട് അടുക്കളയിൽ നിന്ന് കയറി വരും. എന്നാലോ കല്യാണത്തിന് പോകുമ്പോ ഒടുക്കത്തെ ഒരുക്കം നാട്ടുകാരെ കാണിക്കാൻ ഒരുങ്ങി കെട്ടി വെളിയിൽ പോകും. പിന്നെന്തിനാ നീ വാങ്ങിച്ചു കൊടുത്ത്? നീ പിന്നെന്തിനാ വാങ്ങിക്കൊടുത്ത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഭർത്താവ് ഇതെല്ലാം നിനക്ക് വാങ്ങി തന്നിരിക്കുന്നത് ആ മനുഷ്യന്റെ മുന്നിലാടി നീ ഒരുങ്ങി പോണ്ടേ. അല്ലാതെ കല്യാണ വീട്ടിൽ പോകുമ്പോ വയറും കാണിച്ചിട്ട് പോകാനുള്ളതല്ല. നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ, നീ ഇന്ന് വരെ പോയിട്ടുണ്ടോ സ്വർണ്ണം ഇട്ടുകൊണ്ട്? നിനക്ക് കല്യാണത്തിന് വാങ്ങിത്തന്ന സ്വർണം ഇട്ടുകൊണ്ട് ഇന്ന് വരെ നിന്റെ ഭർത്താവിന്റെ മണിയറയിൽ നീ കടന്നു പോയിട്ടുണ്ടോ? നീ ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് നല്ലൊരു സാരി, എങ്ങനെയുണ്ട് കൈ സാരി, അവിടെ പോകുമ്പോ പിന്നെ എവിടെ തുറന്നിട്ടാലും കുഴപ്പമൊന്നുമില്ലല്ലോ, അവിടെ അനുവദനീയാണല്ലോ എല്ലാം. പുറത്തു പോകുമ്പോഴല്ലേ കുഴപ്പം. ഒരു ഭാര്യ തന്റെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഒരുങ്ങി പോകണം. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സുറുമയിടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല നബിക്ക്. മൈലാഞ്ചി ഇടാത്ത ഭാര്യ ഇഷ്ടമായിരുന്നില്ല നബിക്ക്. നീ ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? എന്റെ ഭർത്താവിന്റെ റൂമിൽ പോകുമ്പോ നീ മൈലാഞ്ചി ഇടുവോ? നീ സുറുമ ഇടുവോ? നേരെ ചൊവ്വ കുളിച്ചൊരുങ്ങി നല്ല വസ്ത്രം ധരിച്ചിട്ട് പോകുവോ? പെണ്ണേ, അങ്ങനെ പോകണം. അങ്ങനെ പോകാത്ത ഭാര്യ, അവൾക്കൊരടി കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ അടിക്കണം? പട്ടിക തല്ലണ പോലെ തല്ലരുത്. പട്ടിക തല്ലണ പോലെ തല്ലരുത്. മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ ഒരു ചൂരിലൊക്കെ വെച്ചൊന്ന് കൊടുത്താലും കുഴപ്പമില്ല. അല്ലാതെ തല്ലാനെന്ന മാരിയോ, സംരക്ഷണവും സമാധാനവും ഇങ്ങനെയാണ് ഇസ്ലാം കൊടുക്കുന്നത്. താങ്കൾ നിൽക്കുന്ന സഭയിലെ ആൾക്കാർക്ക് ഇങ്ങനെയാണോ കൊടുക്കുന്നത്? അടി കൊടുക്കാമെന്നൊക്കെ ശരിയാണോ? ഇതേ വിശുദ്ധ വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്, 1 കൊരിന്ത്യർ 7:4-5. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരമുള്ളത്. അങ്ങനെ ഭർത്താവിൻ്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് അത്ര അധികാരം. പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർവിട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം നിമിത്തം സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് വീണ്ടും ചേർന്നിരിപ്പിൻ. മനസ്സിലായ മാരിയോ? വിശുദ്ധ വേദപുസ്തകത്തിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിന്, വിവാഹത്തിന് വലിയ മൂല്യങ്ങളുള്ളതാണ്. താങ്കൾ കൊണ്ടുവന്ന ഇസ്ലാമിൽ എന്ത് മൂല്യമുള്ളത്? അവരെ അടിക്കാവുന്നവരെ ഖുറാൻ്റെ അകത്ത് എഴുതി വെച്ചിരിക്കെ താങ്കൾ ഒരു ഇസ്ലാമിൽ നിന്ന് വന്നയാളാണെന്നല്ലേ പറഞ്ഞത്. എന്തുകൊണ്ട് താങ്കൾക്ക് അതൊക്കെ എടുത്തിട്ട് പറയാൻ പറ്റുന്നില്ല? ഇദ്ദേഹത്തിൻ്റെ ഓരോ ധ്യാനത്തിലേക്കും ആൾക്കാരെ മുൻപ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇസ്ലാമിനെ പറ്റിയോ മുഹമ്മദിനെ പറ്റിയോ ഒന്നും അറിയാൻ പറ്റാത്ത ഉള്ളിലേക്ക് ഇദ്ദേഹം ഡയറക്റ്റ് അല്ലാതെ ഇൻഡയറക്റ്റ് ആയിട്ട് പലതും കുത്തിവെച്ച് വിടുന്നുണ്ടോയെന്ന് നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. മനസ്സിലായോ? നല്ലൊരു വിവാഹത്തിന് കാരണം ഇസ്ലാമാണെന്ന് പറഞ്ഞു വിടുമ്പോൾ ഇത് എന്താണ് മാരിയോ ജോസഫേ? താങ്കളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? അതുപോലെ മാരിയോ ജോസഫേ, ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭർത്താവിനോടുള്ള ദൈവിക കൽപ്പനകളുണ്ട്. അതറിയാവോ? ധ്യാനിപ്പിക്കാനൊക്കെ പോകുന്നതല്ലേ, അതൊക്കെ പോയി ഒന്ന് പഠിക്കുന്ന നല്ലതാണ്. ഭാര്യയുടെ ശിരസ്സാണ് ഭർത്താവെന്ന് എഫേസ്യ ലേഖനം 5:23 പറയുന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കാമെന്ന് എഫേസ്യർ 5:25 പറയുന്നുണ്ട്. സ്വന്തം ശരീരത്തെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കാമെന്ന് എഫേസ്യ ലേഖനം 5:25, 26 വായിച്ചു കഴിഞ്ഞാൽ അവിടെ കാണാം. മനസ്സിലായോ? അവളെ നല്ല രീതിയിൽ പോഷിപ്പിക്കണം, പട്ടിണിക്കിടരുത് എന്നുള്ളത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 29, 6-4 പറയുന്നുണ്ട്. അവളെ സന്തോഷിപ്പിക്കണം. മനസ്സിലായോ? അവളെ സന്തോഷിപ്പിക്കണമെന്ന് തന്നെയാണ് എഫേസ്യ ലേഖനം 5:29, 1 തെസ്സലോനിക്കർ 2:7 പറയുന്നത്. ഇനി രണ്ടുപേരും ഒരു ശരീരമായി തീരുക എന്നും എഫേസ്യ ലേഖനം 5:31 പറയുകയാണ്. അപ്പനെ അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുക എന്ന് എഫേസ്യ ലേഖനം 5:31 പറയുന്നുണ്ട്. ഭാര്യയോട് ഒട്ടിച്ചേരുക എന്ന് എഫേസ്യ ലേഖനം 5:31 മത്തായിയുടെ സുവിശേഷം 14:4 പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കാര്യം
വിശുദ്ധമായ വിവാഹത്തെപ്പറ്റി, ആ വിവാഹത്തിലെ ഭർത്താവിനോടുള്ള കൽപ്പനകളെപ്പറ്റി എത്ര നല്ല രീതിയിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കൾ ഇതൊന്നും വായിക്കാതാണോ ഈ ഇസ്ലാമിലാണ് വിവാഹത്തെപ്പറ്റി 3 കാര്യം സംരക്ഷണവും സമാധാനവും ഈ പറഞ്ഞിരിക്കുന്ന ഭർത്താവ്, ഈ വാക്യം അനുസരിച്ചുള്ള ഭർത്താവ് എത്ര മനോഹരമായ രീതിയിലായിരിക്കും ആ കുടുംബം നടത്തിക്കൊണ്ട് പോകുന്നത്? അടിക്കാൻ പറയുന്നുണ്ടോ? ഉണ്ടോ? ബൈബിളിനകത്ത് എവിടെയെങ്കിലും ഭാര്യയെ അടിക്കാൻ പറയുന്നുണ്ടോ? തൻ്റെ ശരീരത്തെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കാൻ പറയുമ്പോഴത്തേന് ഇവിടെ ഇണയാണ് ഇസ്ലാമിൽ. ഒരു ഇണയുടെ സ്നേഹം ശരിയായാലും അടുത്ത ഇണയെ അന്വേഷിച്ച് പോകാന്നേ. തക്ക തുണയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി ഭാര്യയുടെ കാര്യത്തെപ്പറ്റി സദൃശ്യവാക്യം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. നിങ്ങളുടെയൊക്കെ ബൈബിളിനകത്ത് അത് ഉണ്ടായിരിക്കും, പക്ഷെ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സദൃശ്യവാക്യം, ഈ സാമർഥ്യമുള്ള ഭാര്യ എന്ന് പറയുന്നത് സദൃശ്യവാക്യം 31 അധ്യായൻ്റെ 10ാമത്തെ വാക്യം. സാമർഥ്യം അവളുടെ വില മുത്തുകളിന് ശ്രേഷ്ഠമായിരിക്കും. ഇനി വിശ്വസ്തതയാണ് ഭാര്യ എന്ന് സാദൃശ്യവാക്യം 3:11 പറയുന്നുണ്ട്. സർവ്വതാ നന്മ ചെയ്യുന്നവളാണെന്ന് 31:12 പറയുന്നുണ്ട്. അധ്വാനശീലമുള്ളവളായിരിക്കുമെന്ന് 31:13 പറയുന്നുണ്ട്. മനസ്സിലായോ? കർത്തവ്യബോധ്യം ഉള്ളവളാണെന്ന് 31:15 പറയുന്നുണ്ട്. ദൃഷ്ടി വെച്ച നിലം വാങ്ങുന്നവളാണെന്ന് 3:16 പറയുന്നുണ്ട്. ക്ഷീണിക്കാത്തവളാണ്, ആരോഗ്യമുള്ളവളാണ്, അതേപോലെ തന്നെ സന്തോഷവും കഴിവുള്ളവളാണെന്ന് എവിടെ പറയുന്നു? ആ 31:17, 18, 19 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നവളാണ്, ദുരിതാശ്വാസം കാര്യങ്ങൾക്ക്, അതുപോലെ ദരിദ്രരോട് കനിവുള്ളവളാണെന്നൊക്കെ സദൃശവാക്യം 31:20. സാമർഥ്യമുള്ള ഭാര്യ ഔദാര്യശീലവും കരുണയൊക്കെ ഉള്ളവളാണെന്ന് സദൃശവാക്യം 31:20 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ കാണാം. ആ ഒരു 31 അധ്യായം ശരിക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കാണാം അവിടെ സാമർഥ്യമുള്ള ഭാര്യയെ പറ്റി പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ബൈബിളിന് ശേഷം വന്ന ഈ ഖുറാൻ വെച്ചുകൊണ്ടല്ലേ താങ്കൾ ഈ പറയുന്നത്? എന്തിനാണ് മാരിയ ജോസഫെ ഒന്നും അറിയാത്തവരുടെ ഉള്ളിലേക്ക് ഇസ്ലാം എന്ന് പറയുന്ന വിഷത്തെ ഇങ്ങനെ ഇട്ടു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? താങ്കൾ മൈക്കൽ കാരി മറ്റോ അച്ഛനുമായിട്ട് ഇരുന്നുകൊണ്ട് സംസാരിച്ചല്ലോ യേശു ഈസ ഒന്നാണെന്ന്. ഇൻഷാ മസിഹ ഉടനെ അതിനും മറുപടി തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുക, ഇദ്ദേഹത്തിൻ്റെ ധ്യാനത്തിലേക്ക് മറ്റുള്ളതിലേക്കൊക്കെ വിട്ടിട്ട് തിരിച്ച് പെൺമക്കളും ആൺമക്കളും ഒക്കെ വീട്ടിൽ വരുമ്പോൾ സ്വഭാവത്തിന് വല്ല മാറ്റം ഉണ്ടാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയരുത്. നിങ്ങൾ പറഞ്ഞു വിട്ട ആ സ്ഥലത്ത് എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. ഇദ്ദേഹം പല പ്രാവശ്യമായിട്ട് പല വീഡിയോയിൽ പല സ്ഥലത്ത് ഇദ്ദേഹം പറയുന്നുണ്ട് ഇസ്ലാമിൻ്റെ ഉയർച്ചയെപ്പറ്റി. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ഇസ്ലാം എവിടാന്ന് താങ്കൾക്ക് അറിയത്തില്ലേ? താങ്കൾ ഇത് മൊത്തം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഇദ്ദേഹം നിൽക്കുന്ന സഭയിലുള്ളവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭവനങ്ങളിൽ നടക്കുന്ന വിവാഹത്തിന് ബൈബിളുമായിട്ടല്ല ബന്ധം ഇദ്ദേഹം പറയുന്നത്. കാരണം സംരക്ഷണവും സമാധാനവും ഇസ്ലാമാണ് കാണിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ വിവാഹമായിട്ടുള്ള ബന്ധത്തിൽ സംരക്ഷണവും സമാധാനവും ഇസ്ലാമാണ് കാണിച്ചു കൊടുത്തതെന്ന് ഇദ്ദേഹം പറയുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ നടക്കുന്ന 7ാമത്തെ കൂദാശ സംരക്ഷണവും സമാധാനവും ഇല്ലാത്തതെന്നാണോ പറയുന്നത്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. മനസ്സിലായോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ തന്നെ ചിന്തിക്കണത്. കാരണം വിശുദ്ധമായ വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ഭാഗമാണല്ലോ ഉൽപ്പത്തിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഭാര്യയുടെ ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരമുള്ളത്, തിരിച്ചും അങ്ങനെ തന്നെ ആ ബന്ധം കൊടുത്തുകൊണ്ട് സ്ഥാപിച്ച ഭൂമിയിലെ വിശുദ്ധമായ വിവാഹത്തെ ഇദ്ദേഹം എത്രത്തോളമാണ് മറ്റൊരു വിശുദ്ധമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം ഒന്നുകൂടെ ഒന്ന് ചോദിച്ചോട്ടെ. കത്തോലിക്ക സഭയിൽ ഈ വിവാഹം നടക്കുമ്പോൾ പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും കൈയല്ലേ കൂട്ടി യോജിപ്പിക്കുന്നത്? ശരിയല്ലേ? ചെറുക്കൻ്റെയും കൈയല്ലേ? അല്ലാതെ പെണ്ണിൻ്റെ അപ്പൻ്റെയും ചെറുക്കൻ്റെ കൈയോടാണോ കൂട്ടി യോജിപ്പിക്കുന്നത്? ആണോ? വിവാഹ സമയത്ത് ഒരു പെണ്ണിന് പോലും, ഇസ്ലാമിലെ ഒരു പെണ്ണിന് പോലും ഈ നിക്കാഹ് കാണുവാനുള്ള അധികാരമില്ല. നിക്കാഹ് കാണാൻ അവർ മാറി നിന്നോണം, മറയിൽ മാറി നിന്നോണം. ഭർത്താവ് മരിച്ചുപോയ ഒരു ഭാര്യയാണ്, ഭാര്യയുടെ മകളാണ് ഈ നിക്കാഹ് നടത്തുന്നുണ്ടെങ്കിൽ അവർ പോലും ഉമ്മറത്തേക്ക് വരാൻ പാടില്ല. അവരും അടുക്കളയിൽ നിന്നോണം, ബാക്കിയുള്ളവർ വേണം നടത്താൻ. പക്ഷേ ഇവിടെ ക്രിസ്തീയ വിവാഹത്തിൻ്റെ മൂല്യം എന്ന് പറയുന്നത് ഭർത്താവ് മരിച്ചുപോയ ഭാര്യയാണ് മകളുടെ വിവാഹം അല്ലെങ്കിൽ മകൻ്റെ വിവാഹം നടക്കുന്നതെങ്കിൽ ആ അമ്മ ആ പള്ളിയിൽ വന്നു നിന്ന് ഈ വിശുദ്ധ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കും. മനസ്സിലായോ? ഒരു സഭ അതിനെ എതിർക്കത്തിട്ടില്ല. ഏത് സഭ എതിർത്തിട്ടുള്ളത്?
കത്തോലിക്ക സഭയോ ബെന്തക്കോ സഭയോ ബ്രദറൻ സഭയോ ഏത് സഭയാണ് ഇതിനെ എതിർത്തിട്ടുള്ളത്? ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീ സ്വന്തം മകൻ്റെ മകളുടെ വിവാഹം നടക്കുന്ന സമയത്ത് പള്ളിയിൽ വരാൻ പാടില്ല, സഭയിൽ വരാൻ പാടില്ല. ആരെങ്കിലും എതിർത്തിട്ടുണ്ടോ? കാരണം ആ മാതാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും എൻ്റെ മകൻ്റെ മകളുടെ വിവാഹം കാണുക എന്നുള്ളത്. അതുപോലും ഇസ്ലാമിലില്ല. എന്നിട്ടാണ് ഇദ്ദേഹം പറയുന്നത് സംരക്ഷണവും സമാധാനവും കൊടുക്കുന്നുണ്ടെന്ന്. നിങ്ങൾക്ക് ലജ്ജയില്ല മനുഷ്യ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ ക്രിസ്തീയ വിശ്വാസികളായ കുട്ടികളുടെ ഉള്ളിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നത് നിങ്ങൾ പോലും അറിയാതെയല്ല, നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ മറ്റുള്ളവരുടെ ഉള്ളിൽ ഇത് ചെറിയൊരു വിഷമായിട്ട് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നുകൂടെ പറയുന്നു, ഇദ്ദേഹം പറയുന്ന ഈസയുമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിനകത്ത് യേശുവിന് യാതൊരുവിധ ബന്ധവുമില്ല. ഇദ്ദേഹം പറയുന്ന ഇബ്രാഹീമുമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ബൈബിളിൽ അബ്രഹാമിന് ബന്ധമില്ല. മാരിയ ജോസഫ് പറയുന്ന ആദവുമായിട്ട്, ആദൻ നബിയുമായിട്ട്, ഖുറാനിലെ ആദൻ നബിയുമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന, ക്രൈസ്തവർ വിശ്വസിക്കുന്ന ബൈബിളിനകത്തെ ആദത്തിന് ഒരു ബന്ധവുമില്ല. ഖുറാൻ്റെ അകത്ത് ഒരു പേരില്ലാത്ത ഹവ്വ എന്ന പേര് ഖുറാൻ്റെ അകത്തില്ല. എങ്കിലും ഇദ്ദേഹം വിശ്വസിക്കുന്ന ആ ഹവ്വയുമായിട്ട്, ഹവ്വ ബീവിയായിട്ട് ബൈബിളിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഹവ്വായിക്ക് ഒരു ബന്ധവുമില്ല. ചുരുക്കം പറഞ്ഞാൽ, എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങളിൽ വള്ളി കൊണ്ടോ പുള്ളി കൊണ്ടോ കുത്തുകൊണ്ടോ കോമ കൊണ്ടോ പേര് കൊണ്ടോ സ്ഥലം കൊണ്ടോ ഖുറാനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഞങ്ങൾ പ്രസംഗിക്കാത്ത ഒരു ക്രിസ്തുവിനെ പറ്റി പറയുന്നു. ഞങ്ങൾ പറയാത്ത ഒരു സുവിശേഷം പറഞ്ഞു വന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സുവിശേഷം എന്ന് പറയുന്നത് സകല മനുഷ്യരുടെ പാവങ്ങൾക്കായിട്ട് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. എന്നാൽ യേശു മരിച്ചിട്ടില്ല, യേശു ക്രൂശിക്കപ്പെട്ടിട്ടില്ല, യേശുവിനെ അടക്കിയിട്ടില്ല എന്ന് പറഞ്ഞു വരുന്ന കള്ളപ്രവാചകന്മാരെ നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് എന്നെ കേട്ടവരോട് പറയുകയാണ്, ഇത്തരം കാര്യങ്ങളെ, കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇട്ടുകൊടുക്കുമ്പോൾ നമ്മളുടെ വിശ്വാസം കെട്ടുപോയിട്ട് അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. അതുകൊണ്ട് നിങ്ങളോട് പറയുകയാണ്, ശ്രദ്ധിക്കുക. വിവാഹം എന്ന് പറയുന്നത് വിശുദ്ധമാണ്, അത് എല്ലാ സഭകളും അംഗീകരിക്കുന്നതാണ്. ഇദ്ദേഹം പറയുന്നു വിവാഹത്തിനുള്ള കാര്യങ്ങൾ, സംരക്ഷണവും സമാധാനത്തെപ്പറ്റി എല്ലാം പറഞ്ഞു തന്നത് ഇസ്ലാമാണ്. അപ്പോൾ ഈ ഫ്രണ്ടിലിരിക്കുന്ന കുട്ടികളും ബാക്കിയുള്ളവർ എന്തായിരിക്കും ചിന്തിക്കുന്നത്? ബൈബിളിനകത്തില്ല, അതുകൊണ്ടാണല്ലോ ഇസ്ലാമിൽ നിന്ന് വന്നയാൾ ഇസ്ലാം വെച്ച് പഠിപ്പിക്കുന്നതെന്ന്. സൂക്ഷിക്കുക, നിങ്ങൾ സൂക്ഷിക്കുക. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, വിശുദ്ധമായ വിവാഹം ഏറ്റവും നല്ലതാണ്, നിർമ്മലമാണ്, വിശുദ്ധമാണ്. എല്ലാ രീതിയിലും തക്ക തുണയുമായി ജീവിപ്പാൻ ദൈവം ഒരുക്കിയ ദൈവിക പദ്ധതിയാണ്, മനുഷ്യൻ്റെ അല്ല, ദൈവിക പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നമ്മളുടെ കുട്ടികളുമെല്ലാം നേരത്തെ തന്നെ വിവാഹം കഴിക്കുക. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.